ഗുഡ് മോർണിംഗ് ആൾ. മാർക്കറ്റ് വാറുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ന്യൂസുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ന്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമേരിക്കയായിട്ട്. വീണ്ടും ചർച്ചയാവാമെന്നും കണ്ടിന്യൂസ്ഡാണ്. ഇപ്പോൾ തകർന്ന കേസുകളാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ടൈമിൽ ഒരു ചർച്ച ചെയ്യാമെന്നും ആ ചർച്ചയിൽ ഹോർമുസ് താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്യാമെന്നും, ഹോർമുസ് തൽക്കാലം ഓപ്പൺ ചെയ്യുക, അത് കഴിഞ്ഞ് ന്യൂക്ലിയർ ഡീലുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇറാൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് വലിയൊരു ഗുഡ് ന്യൂസായിട്ട് എടുക്കുകയാണ്. കാരണം ഇത് ചർച്ച ചെയ്യാമെന്ന്, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു തോൽവി അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് തയ്യാറായിട്ട് ഇറാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗുഡ് ന്യൂസായിട്ട് വന്നേക്കണേ മാർക്കറ്റ് അപ് ട്രെൻഡ് അയക്കുന്നത്. ഈ ഒരു ന്യൂസ് കേട്ടതോടുകൂടി തന്നെ ഏഷ്യൻ മാർക്കറ്റ് അപ്പായിട്ട് വന്നിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് അപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ്സ്, ഇതൊരു വലിയൊരു കഷ്ടമാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അപ്ഡേഷൻ. 10 മിനിറ്റ്സിന് മുമ്പായിട്ട് വീണ്ടും ഒരു ഇത് വന്നിരിക്കുന്നത്. 10 മിനിറ്റ്സിന് മുമ്പ് ഏകദേശം 112 ക്രൂഡ് ഓയിൽ ഏകദേശം 107 വന്നു. ഈ ഗുഡ് ന്യൂസ് കേട്ടിട്ട്, ഈ ന്യൂസ് കേട്ടിട്ട് അത് താഴത്തേക്ക് 107 വന്നു. വീണ്ടും ഇവിടുന്ന് റീബൗണ്ട് ചെയ്ത് വീണ്ടും 110 വരുന്നു. ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഈ ക്രൂഡ് കൺഫേം അല്ല. പിന്നെ അമേരിക്ക ഒരു എന്താ പറയുക, ഇറാൻ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പിലേക്ക് വരുമ്പോൾ, കോംപ്രമൈസിന് മുമ്പ് വരികയാണെങ്കിൽ അമേരിക്ക ഇത്രയും അവരൊരു കോംപ്രമൈസിന് വരുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇനി വരുന്ന ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് വോളാരിറ്റി ഉണ്ടാവും. കാരണം അമേരിക്കൻ ന്യൂസ് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ, അമേരിക്ക ആവശ്യമുണ്ട്, ക്ലോസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അമേരിക്ക ഒരു പോസിറ്റീവ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ, മാർക്കറ്റ് വീണ്ടും ആയി മാറും. അതല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ, കാരണം ഇപ്പോൾ ഇറാൻ ഒരു ക്ഷീണം തട്ടിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ അവരെന്താണ് പ്രതികരിക്കുക എന്നുള്ളതനുസരിച്ച് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺസ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മാർക്കറ്റ് ഒരു 200 പോയിൻറ്റ് അപ്പായിരിക്കും. 200 പോയിൻറ്റ് അപ്പായി കഴിയുമ്പോൾ ഇതിന് ഷോർട്ട് കവറിങ് വരും. ഷോർട്ട് കവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ക്ലോസിങ്ങിൽ നിന്ന് റിക്കവറി വരികയാണെങ്കിൽ, ഇത് ഷോർട്ട് കവറിങ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഒരു 350 പോയിൻ്റൊക്കെ ആയിട്ട് മാറാം. ഓക്കെ, ഈ 350 പോയിൻ്റ് കയറുമ്പോൾ റിലയൻസിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടോ എന്ന് നോക്കുക. റിലയൻസും കൂടി റിസൾട്ട് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ആണെങ്കിലും ഓക്കെ, പൊട്ടിക്കിടക്കുന്ന മാർക്കറ്റിൽ റിസൾട്ട് ഇത്തിരി മോശമായാലും അത് റിക്കവറിക്ക് കാരണമാകുമെന്നാണ് വിചാരിക്കാറ്. 350 പോയിൻ്റ് അല്ലെങ്കിൽ 400 പോയിൻറ്റിലേക്ക് അപ്പ് ട്രെൻഡ് വരികയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് കിടന്ന് അപ്പ് ആൻഡ് ഡൗൺസ് കളിക്കുക. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ന്യൂട്രൽ എടുത്ത് ട്രേഡ് ചെയ്യുക, ന്യൂട്രൽ ബട്ടർഫ്ലൈ എടുത്ത് ട്രേഡ് ചെയ്യുക. പൊസിഷൻ ഒന്നും കൊണ്ടുപോകാതിരിക്കുക. മനസ്സിലാക്കേണ്ടത്, നിങ്ങളെടുക്കണ ഇൻ ദ മണി, ഇനി അതല്ല അത് എടുക്കുന്നത് തന്നെ ഇൻ ദ മണിയിൽ എടുക്കാൻ നോക്കുക. കാരണം നാളെ നിഫ്റ്റി കട്ടിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ ആ നിഫ്റ്റി എന്താ പറയുക, അതൊരു ഏകദേശം എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഒരു 2 മണി അല്ലെങ്കിൽ ഒരു 1 മണി 1:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം വാല്യൂ ലോസ് സ്റ്റാർട്ടാവും. അപ്പം ഒരു 1:30 മണി കഴിയുമ്പോഴേക്കും നമ്മൾ കോൾ ഓപ്ഷൻ എടുത്ത് കളിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എടുത്ത് പൊസിഷനാണെങ്കിൽ ഒരു 1:30 മണിക്കുള്ളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുക. കാരണം എന്തെങ്കിലും ന്യൂസ് വരുമോ, അല്ലെങ്കിൽ ന്യൂസുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ട് നാളെ കാലത്ത് മാർക്കറ്റ് ചെറിയൊരു ഡൗൺ വന്നാൽ മതി, നമ്മുടെ കോൾ ഓപ്ഷൻ്റെ ടൈം വാല്യൂ ലോസ് കൂട്ടുമ്പോൾ ഒന്നുമില്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇൻ ദ മണിയിൽ കളിക്കുക, 40 പോയിൻറ്റിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്. നിഫ്റ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും കാലത്ത് തന്നെ നിഫ്റ്റി കാണുന്നുണ്ടാവും. 170 പോയിൻ്റ് അപ്പാണ് ഏകദേശം 7:25 ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പില്ല. കാരണം വളരെ ശ്രദ്ധിക്കണം, ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് അവിടെ കയറുന്നു, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെന്ന് ഉറപ്പില്ല. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കയറ്റി ഒരു 200 പോയിൻ്റ് മുകളിൽ കയറ്റി ഓപ്പൺ ചെയ്ത് മുന്നോട്ട് ഒരു അപ്പ് ട്രെൻഡ് വരികയാണെങ്കിൽ ഓക്കെ. അതല്ല, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നെഗറ്റീവ് ന്യൂസുകളിലേക്ക് വീണ്ടും വരേണ്ടി വരും.
ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് കുറച്ച് നെഗറ്റീവ് ന്യൂസ് ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുള്ള താരിഫ്, വീണ്ടും ചില സെക്ഷൻ താരിഫുകൾ വന്നിട്ടുണ്ട്, അത് പറയാം. അപ്പോൾ ആ താരിഫായിട്ട് വന്നിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകളും വരുന്നുണ്ട്. നമ്മുടെ താരിഫ് ഡീലുകളൊന്നും ഫിനിഷായില്ല, അതിനേക്കാളുപരി നെഗറ്റീവ്സുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോൾ 200 പോയിൻ്റ് മുകളിലാണെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതും ആഗസ്റ്റ് നമുക്ക് 12:30 വരെ അല്ലെങ്കിൽ 1 മണി വരെ കിട്ടാനുള്ളൂ. ക്രൂഡ് ഓയിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, പ്ലസ് കറൻസിയും വാച്ച് ചെയ്യണം. കറൻസി കുറച്ച് റിക്കവറിയാണ്, നിങ്ങൾക്കറിയാം. കുറച്ച് റിക്കവറി വന്ന് കാണുന്നുണ്ട്. അത് കാരണം 4.28 ആയിരുന്നു, അത് 17 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് തരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ കറൻസിയിലെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് നെഗറ്റീവ് ന്യൂസായിട്ട് എനിക്ക് പറയാവുന്നത് H1B വിസയുടെ കേസാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഒന്നുകൂടി പറയുന്നുള്ളൂ, വിസയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഈ H1B വിസ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് IT സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്നതാണ് കൂടുതലും. അപ്പോൾ IT സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഇങ്ങനൊരു ഇതൊക്കെ നമുക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കുണ്ടെങ്കിലും ഒരു 60% എംപ്ലോയേഴ്സ് ഇന്ത്യയിൽ നിന്ന് പോയതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 60% ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് IT ബിസിനസ്സിലോ IT കമ്പനികളിലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ന്യൂസ് ഭയങ്കര നെഗറ്റീവാണ്. ഇത് ബില്ലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ വയ്ക്കുന്ന US കോൺഗ്രസ്സിൽ വയ്ക്കുന്ന ബില്ലാണ്. ആ ബില്ല് ഏകദേശം പാസ്സായി കിട്ടുകയാണെങ്കിൽ, ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇത് പക്ഷേ ഫ്യൂച്ചറാണ്, മാർക്കറ്റിൽ ഇത് വരാൻ സാധ്യതയുണ്ടെന്നുള്ള പേടിയിൽ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ IT കമ്പനികൾ നമുക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മളെ മാർക്കറ്റിനെ ഒരു സൈഡിൽ നിന്ന് വലിച്ചു കയറ്റാൻ ബാങ്കാണുള്ളത്. ബാങ്കിന് നമുക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് കയറി പോകാൻ, കാരണം കറൻസി ഓക്കെയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ബൈ പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നിഫ്റ്റിയിലെ കഷ്ടം എന്ന് പറയുന്നത് നിഫ്റ്റിക്ക് കയറാൻ ബുദ്ധിമുട്ട് വരാൻ സാധ്യത IT ആണ്. കാരണം IT കുറച്ചധികം ഷെയർസുകൾ വേറെയുണ്ട്. അപ്പോൾ IT കമ്പനികൾ തന്നെ, പ്രത്യേകിച്ച് ഇൻഫോസിസും HCL ഇവരൊക്കെ നിൽക്കുമ്പോൾ, TCS ഒക്കെ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാടെ ചിലപ്പോൾ ഒരു കറക്ഷൻ വരാനുള്ള കാരണം ഈ IT ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ IT സെല്ലിങ് വരികയാണെങ്കിൽ ഈ ഇൻഡെക്സ് താഴത്തേക്ക് പോരും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബാങ്ക് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, തമ്മിലുള്ള പോട്ടി പോലെയാണ് ഇത് രണ്ടുള്ള ഇതാണ്. നമുക്ക് ഞാൻ പലരും പുതിയ ക്ലയൻസുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുമാത്രം ഇഷ്യൂസുകളാണ് നമ്മൾ മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IT സെക്ടർ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെയായിരിക്കും, കാലത്ത് ഓപ്പണിങ് തന്നെ ഈ IT സെക്ടറിൽ ഡൗൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചാടി കയറി ബൈ എടുക്കേണ്ട. കാരണം ഇപ്പോൾ 200 പോയിൻ്റ് കയറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് IT ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് IT സെല്ല് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ നിഫ്റ്റിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെൻസെക്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്യുവർലി ബാങ്കിന് മാത്രമേ സപ്പോർട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. IT വളരെ പ്രധാനമാണ് ഇൻടെക്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറി ബൈ ചെയ്യാണ്ടിരിക്കുക, ഒന്ന് ലെവലാവുണ്ടോ എന്ന് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റെങ്കിലും മാർക്കറ്റിന് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനുള്ള അമേരിക്കയിൽ നിന്ന് വല്ല ന്യൂസ് വരുമോ എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇതൊക്കെ അരമണിക്കൂറിൽ വന്ന ന്യൂസുകളാണ് നമ്മൾ പറയുന്നത്. അടുത്ത് സോളാർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം സോളാറിന് നെഗറ്റീവ് ന്യൂസുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സോളാർ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ലിസ്റ്റിങ്ങിൽ നമ്മൾ വെള്ളിയാഴ്ച തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസുകൾ ഞാനൊന്ന് ഡീൽ ചെയ്യാം. ഇത് നോക്കൂ, ഇവിടെ കണ്ട ചില കമ്പനികൾ 6% ഡൗൺ, 6% ഡൗൺ. JSW നോക്കൂ, ഇതൊക്കെ ഡൗൺ ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ മുഴുവൻ ഡൗൺ ട്രെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും സോളാറിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾക്ക് മുഴുവൻ നെഗറ്റീവ് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ അതിൽ തന്നെ കുറച്ച് അട്രാക്ഷൻ വന്നൊരു കമ്പനി ഞാൻ പറയാം. അതിൽ സോളാറിലൊക്കെ നെഗറ്റീവ് തന്നെയാണ്, നോക്കുക നിങ്ങൾ, നെഗറ്റീവ് ടോറൻറ്റ് പവർ, ഇവരുടെ വിക്രം സോളാർ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കൗണ്ടറാണ്. നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. വാരി എല്ലാവർക്കും അറിയാം, നെഗറ്റീവാണ് വാരി. ഏകദേശം അമേരിക്കയിലേക്ക് കയറ്റി ചെയ്യുന്ന 2 കമ്പനികളിൽ ഇത് 3 കേട്ടോ, ഏറ്റവും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് മെയിൻ. അപ്പോൾ ഇവരുടെ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേഷൻ വരുമ്പോൾ വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ടാറ്റ പവറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ടാറ്റ പവർ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പവർ സെക്ടറിൽ പറഞ്ഞാൽ മെഗാവാട്ട്സ് പവറുകൾ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുക എന്നുള്ള ന്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പവറിൻ്റെ ഇപ്പോഴത്തെ കൺസപ്ഷൻ ഹൈയുമാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ടാറ്റ പവർ ഒരു ബെറ്റാണ് കേട്ടോ. ലോങ് ടൈമിൽ ആവറേജ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യും, ആവറേജ് ഇടുന്നു. മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഈ ഷെയർസ് താഴ്ത്തു വരും. ഇപ്പോൾ ആവറേജ് ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വെരി സിമ്പിൾ. ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ എനിക്ക് 1000 ഷെയറാണ് വാങ്ങാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ 500 ഷെയർ വാങ്ങുക. ഓക്കെ, മാർക്കറ്റ് വളരെ താഴ്ത്തു വരികയാണെങ്കിൽ ഒരു 10% താഴ്ത്തു വരികയാണെങ്കിൽ ഒരു 250 ഷെയർ കൂടി വാങ്ങുക. ഇത്രയും ഉള്ളൊരു ഐഡിയ. ഇനി അങ്ങനെ താഴ്ത്തു പോവുകയാണെങ്കിൽ ഒരു 5% താഴ്ത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 250 ഷെയർ കൂടി വാങ്ങാം. അപ്പോൾ 500 ആയില്ല. അപ്പോൾ 1000 ഷെയർ വാങ്ങാവുന്നവർ ഇങ്ങനെ വാങ്ങിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത ട്രാപ്പ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യണവരെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇന്ന് ഒരു 200 പോയിൻറ്റോ എനിക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇൻസ്റ്റൻറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ട്രാപ്പ് അവിടെ കയറി ബൈ എടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ മാർക്കറ്റ് അവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങും വരാം. അത് ഞാൻ പറഞ്ഞു, ഇവിടെ ക്ലയൻറ്റുകൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്. ഇവിടെ കയറി നിങ്ങളൊരു പുതിയൊരു ബൈ എടുക്കല്ല. 200 പോയിൻറ്റ് കയറി നിൽക്കുമ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ ട്രേഡ് ഇല്ല എന്നുള്ളൂ, റിസ്ക് എടുക്കരുത്. കാരണം ഈ പോയിന്റിൽ വെച്ച് എടുക്കാൻ മാത്രമൊന്നുമല്ല, ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് മതി തീരുമാനങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ ഷോർട്ട് കവറിങ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ബുക്കിങ്ങും വളരെ ഫാസ്റ്റായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നെഗറ്റീവ് സെക്ഷനുമുണ്ട്. 9 മണിയാകുമ്പോഴേക്കും അത് എന്താവും സംഭവിക്കും നോക്കാം. മെസ്സേജും അതുപോലെ നല്ല ഷെയർസുകളൊന്നും ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പറയാത്തതിന് കാരണം ഇതുപോലുള്ള സമയങ്ങളിൽ നമ്മൾ ക്ലയൻസുകൾക്ക് എന്തിന് ഒരു എൻട്രി കൊടുക്കണു എന്നുള്ളതാണ്. ഓരോ ന്യൂസുകളും നെഗറ്റീവും പോസിറ്റീവ് വരുമ്പോൾ എന്തിന് എൻട്രി കൊടുക്കണു എന്നുള്ളതാണ്. ഗോൾഡും സിൽവറും ക്രൂഡ് പോലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ ട്രേഡ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബാക്കി മാർക്കറ്റിൽ നോക്കാം. അതുപോലെ ഈ വീഡിയോസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ അറിവുകൾ കൊടുക്കുക എന്നുള്ളതുള്ളൂ, നമ്മുടെ ക്ലയൻസിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഭംഗിയോ ഒരു ക്വാളിറ്റിയോ അല്ല, നിങ്ങൾക്കൊരു ക്യാപ്സൂൾ കാലത്ത് തരുന്നു എന്ന് മാത്രമല്ല, ആധികാരികമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കോപ്പി എടുത്തിട്ട് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ തരുന്നു, നമ്മൾ ഐഡിയ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മളിത് കാലത്ത് തന്നെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ക്ലയൻസിനുകൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള, അല്ലെങ്കിൽ ട്രെൻഡ് കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ട്രെൻഡ് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. ഞാൻ വളരെ മുമ്പ് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, വീഴുമെന്ന് പറഞ്ഞ ദിക്കിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പണി. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ തകർന്ന് നിൽക്കുമ്പോഴുള്ള ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ട് സൈഡ് വൈസ് മാർക്കറ്റിലേക്കാണ് നെറ്റ് തീരാൻ സാധ്യത. സൈഡ് വൈസിൽ കൊണ്ട് ക്ലോസ് ചെയ്യും, രണ്ട് സൈഡിലേക്കും. എന്ന് പറഞ്ഞാൽ VX-ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ വളരെ ലോ മൂവ്മെൻറ്റോ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. നാളെ കട്ടിങ് ഡേറ്റാണ് നിഫ്റ്റിയുടെ. അപ്പോൾ അതും വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്, അതും ശ്രദ്ധിക്കുക. ട്രേഡ് ചെയ്യാനാണ് ഈ അവസരങ്ങൾ ഉപയോഗിക്കുക. ഷോർട്ട് അടിച്ച് ട്രേഡ് ചെയ്യാൻ പലർക്കും അറിയില്ല. ട്രൈ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. താങ്ക് യു, ബൈ.